അപ്പം നമ്മൾ വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പേജിൽ നമുക്ക് താഴെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഏരിയ കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയയിലോട്ട് എത്തുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് 3 ഡോട്ട്സ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ 3 ഓപ്ഷൻസ് ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും താഴെയായിട്ട് സ്റ്റാറ്റസ് പ്രൈവസി എന്നുള്ളൊരു ഏരിയ ഉണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കാണാം. ഇതിൽ രണ്ടാമതായിട്ടുള്ള മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് എന്നുള്ള ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ആ എഡിറ്റ് എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആരിൽ നിന്നൊക്കെയാണോ ഈ സ്റ്റാറ്റസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ആ ആളുകളുടെ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ മുമ്പത്തെ ആ സ്റ്റാറ്റസ് പ്രൈവസിയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ആയിട്ടുള്ള മൈ കോൺടാക്ട്സ് അക്സെപ്റ്റ് എന്നുള്ള ഏരിയക്ക് താഴെ 2 കോൺടാക്റ്റ് എക്സ്ക്ലൂഡഡ് എന്നുള്ള കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 2 കോൺടാക്റ്റുകളിൽ നിന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.